കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെതിരെ ഗവർണറെ സമീപിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സസ്പെൻഷൻ മറികടന്ന് ഇന്നലെ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയ കാര്യം ചാൻസലറായി ഗവർണറെ അറിയിച്ചു. രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം പിൻവലിക്കുന്നതിനുള്ള സാധ്യതയും വൈസ് ചാൻസലർ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്തൊക്കെയാണ് VC ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ? ഉമേഷ്. ഉന്മേഷ്, രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെതിരെ കഴിയാവുന്ന രീതിയിലെല്ലാമുള്ള നീക്കങ്ങൾ ഇപ്പോൾ VC നടത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി. കഴിഞ്ഞ ദിവസം വിലക്ക് ലംഘിച്ച് ഈ രജിസ്ട്രാറുടെ ഓഫീസിലെത്തുകയും അത് തടയാൻ നിർദ്ദേശിച്ചിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ അത് തടയാതിരിക്കുകയും ചെയ്തിരുന്നു. അത് VCക്ക് വലിയ ക്ഷീണമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് രാജ്ഭവന് നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം ഇത്തരത്തിൽ അനധികൃതമായാണ് രജിസ്ട്രാർ ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതും ഔദ്യോഗികമായി ഈ ഓഫീസിൽ വന്നിരിക്കുന്നതും എന്ന് അറിയിച്ചുകൊണ്ട് രാജ്ഭവന് കത്ത് നൽകിയിട്ടുണ്ട്. ചാൻസലർ എന്ന നിലയിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിൽ രജിസ്ട്രാർ ഈ നിയമം ലംഘിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള ആരോപണം ഈ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട്. അതുകൂടാതെ രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് നിയമം ലംഘിച്ചാണ് എന്നും VC വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ VC ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം സർവകലാശാലയുടെ ഫയൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ VC കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. എന്തായാലും ആ തീരുമാനം ഇപ്പോൾ നടപ്പാക്കി തുടങ്ങി. ഇന്ന് രാവിലെ മുതൽ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പനാണ് എല്ലാ ഫയലുകളും എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫയൽ മൂവ്മെന്റ് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിലേക്ക് വൈകിട്ടോടുകൂടി എത്തിയെങ്കിലും അതിപ്പോൾ വീണ്ടും മിനി കാപ്പനിലേക്ക് പോയിരിക്കുന്നു. മിനി കാപ്പൻ കൂടുതൽ ഫയലുകൾ കൈകാര്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ ഫയലുകൾ കൂടുതൽ VCക്ക് അയക്കുകയും VC അതിൽ 25 ഫയലുകൾ തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്നലെ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ നൽകിയ ഫയലുകളിൽ 3 എണ്ണം തിരിച്ചയക്കുകയും രജിസ്ട്രാർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത ഫയലുകൾ ഒരു നടപടിയും മുന്നോട്ടെടുക്കരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.